ഹലോ, അപ്പോൾ നമുക്കൊരു ലിവർ കറിയുടെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും സവാളയും വെളുത്തുള്ളിയും ഇഞ്ചി ചതച്ചതും പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതൊന്ന് വഴഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതിൽ നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, ഇത്രയേ ഉള്ളൂ കേട്ടോ. മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ലേ. ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എരിവിന് എത്ര ആവശ്യമുണ്ടോ അത്രയും പച്ചമുളകും കുരുമുളക് പൊടിയും നമുക്ക് കൂടുതലോ കുറവായിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി എരിവൊന്ന് കുറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ എരിവൊക്കെ കൂടുതൽ ആവശ്യമുള്ളവർ അതൊക്കെ കൂട്ടിയിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലിവർ ഉണ്ടല്ലോ, ഇത് ബീഫിൻ്റെ ലിവറാണ്, അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഓൾറെഡി വെന്തതാണ്, പക്ഷേങ്കിൽ ഈ മസാലയുടെ കൂടെ ഒന്ന് യോജിച്ച് ചേർന്നല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തേങ്ങയുടെ രണ്ടാം പാലുണ്ട്, രണ്ടാം പാല് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് ഈ വെള്ളം വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നാം പാലുണ്ടല്ലോ, തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവി ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പാല് കൂട്ടിയും കുറവൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പുട്ടിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ അങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഗ്രേവി ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ വറ്റിച്ചിട്ട് എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, അധികം എരിവൊന്നും ഇല്ലാത്തൊരു മൈൽഡായിട്ടുള്ള ടേസ്റ്റുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.